പാതിരാക്കി വീട് കുത്തി തുറന്ന് ആര്? അയ്യോ, തിരുട്ട് ഗ്രാമത്തിൽ നിന്നും വന്ന കുറുവാ സംഘം പാതിരാത്രി വീട് കുത്തി തുറന്ന് ആഭരണങ്ങളും പണവും മോഷ്ടിച്ചു കടന്നു. എന്റെ ദൈവമേ, ഒന്നുമില്ലെങ്കിൽ വൈറൽ പനി, ചുമ, അതങ്ങനെ ഇല്ലേ വെള്ളപ്പൊക്കം, ഇതെല്ലാം തുടങ്ങിയപ്പം കുറുവാ സംഘം. എങ്ങനെ ജീവിക്കും മനുഷ്യരീശ്വര? ദൈവമേ, പേടിയാവുന്നടാ. നീ ഇത് വല്ലതും കണ്ടോ? ഞാൻ അതാ ആലോചിക്കുന്നത്. എന്തോന്ന്? എന്റെ കൊച്ചമ്മ നേരത്തെ എഴുന്നേറ്റോ? അല്ല, ഞാൻ നല്ല ഉറക്കത്തില്ല. എടാ, നീ എഴുന്നേറ്റ് വരുമ്പോഴത്തേ ഞാൻ ഇവിടെ റെഡി ആയിരിക്കും. നിനക്ക് അറിഞ്ഞുകൂടെ ഇത്ര നാളായിട്ടും? അതല്ല കൊച്ചമ്മ ഞാൻ ആലോചിക്കുന്നത്. ഇന്നലെ രാത്രി 1 മണി 2 മണി വരെ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടന്നപ്പോ ഞാൻ വിചാരിച്ചു ഇന്ന് എഴുന്നേക്കുമ്പോ താമസിക്കുമെന്ന്. ആര് ഫോണിലൂടെ സംസാരിച്ചത്? കൊച്ചമ്മ എത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത്? നിനക്ക് എന്തുവാടാ? എന്തു കൊച്ചമ്മ? ഞാൻ ആരോടാ പാതിരാത്രിക്ക് ഫോണിൽ സംസാരിക്കുന്നത്? ഞാൻ ഫോണിൽ സംസാരിച്ചില്ല. പിന്നെ കേട്ടു, ഞാൻ സംസാരിച്ചില്ല ആരുമായിട്ടും. എന്റെ അമ്മേണ കൊച്ചമ്മ സംസാരിച്ചു ഞാൻ കേട്ടതല്ലേ. എന്തോ സംസാരിച്ചത്? അല്ല, എന്താണെന്ന് വ്യക്തമായില്ല. പക്ഷെ കുനുകുനുകുനാ സംസാരിക്കുന്നേട്ടോ. കുനുകുനുകുനാന്നോ? നീ ഇത് ആരുടെ കാര്യം പറഞ്ഞേടാ? വല്ല പ്രശോഭോ ലക്ഷ്മിയോ ആരെങ്കിലും ആയിരിക്കും സംസാരിച്ചത്. കുനുകുനുകുനാന്ന് പറഞ്ഞോണ്ട്. എടാ മോനെ, എന്താ നീ ഇന്നലെ രാത്രിയില്ലേ ഒരു 1:30-2 മണിക്ക് ആരോടെങ്കിലും ഫോണിൽ സംസാരിച്ചോ? ഞാനോ? ഇല്ല. അപ്പൊ ലക്ഷ്മിയോ? അവളും സംസാരിക്കാൻ സാധ്യതയില്ലല്ലോ. കൊച്ചമ്മ, സത്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കേട്ടു എന്നുള്ളത് സത്യമാണ്. ആരോ സംസാരിച്ചു. അണ്ണ എന്തോന്ന് കേട്ടെന്ന്? അത് തന്നെ വ്യക്തമായില്ല. അതാണ് ഞാൻ കൊച്ചമ്മടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് സംസാരിച്ചെന്ന് വ്യക്തമായില്ല. പക്ഷേ കുനുകുനാ സംസാരിച്ചോണ്ടിരുന്നു കുഞ്ഞെ. അല്ല, ഈ 1:30-2 മണിക്കൊക്കെ കുനുകുനാന്ന് സംസാരിക്കണമെങ്കിലേ നീ ആരെങ്കിലും വന്ന് കേറിയോടാ നമ്മുടെ വീട്ടില്? അല്ല, ഒരു കാര്യം, ഇവിടുത്തെ CCTV ഒക്കെ എന്താ കണ്ടീഷൻ? അല്ല, വർക്കിംഗ് ആണ്. വേണമെങ്കിൽ ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാ. എന്റെ പൊന്നുമോനെ, പാതിരാത്രിക്ക് വേണ്ട കുറുവാ സംഘം വീട് കുത്തി തുറന്ന് പലതും എടുത്തുകൊണ്ട് പോകുന്നത് നമ്മളെല്ലാരും ഒന്ന് സൂക്ഷിച്ചിരിക്കണേ. അല്ലമ്മ, ഈ സംഘത്തിലെ 1-2 പേരെ പിടിച്ചെന്നാണ് അറിഞ്ഞത്. അല്ലടാ, 1-2 പേരെ പിടിച്ചോണ്ടെന്തോ ഞാൻ? അവരൊരു ഗ്രൂപ്പായിട്ടല്ലേ വന്നിരിക്കുന്നത്. ബാക്കിയുള്ളവര് കിടക്കല്ലേ നീ? അത് പറ. അപ്പൊ ആ സംഘമായിരിക്കും ഇവിടെ എത്തിയത്. ഓഹാ, ചുമ്മാ നാക്കെടുത്ത് വളയ്ക്കല്ലേ എണ്ണ. വളച്ചാലും ഇല്ലെങ്കിലും ഞാൻ കേട്ടു എന്നുള്ളത് വാസ്തവമാണ്. എന്തായാലും കൊച്ചമ്മ അവരിവിടെ വന്നിട്ടുണ്ട്. എടാ കുഞ്ഞേതേ, നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഇരിക്കണം കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ശരി. ഞാൻ ഏട്ടനെ കണ്ടോണ്ട് ഫോൺ കട്ട് ചെയ്തതല്ല. ഞാൻ ഫോൺ സംസാരിച്ചു കഴിഞ്ഞ ശേഷമാണ് ഏട്ടൻ വന്നത്. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഒന്നും പറഞ്ഞില്ല, പക്ഷെ സാധാരണ അങ്ങനെയാണല്ലോ പറയാറ്. എന്തൊരു ആലോചന? അല്ലടി, ഇന്നലെ രാത്രി നീ ആരുടെങ്കിലും ഫോണിൽ സംസാരിച്ചേക്കാം? എത്ര മണിക്ക്? ഒരു 2 മണിക്ക്. 2 മണിക്കൊക്കെ ഞാൻ ആരോട് സംസാരിക്കാനാ പ്രശ്നപ്പെട്ട? ദേ, എന്നെ വെറുതെ സംശയിച്ചേക്കല്ലേ. അല്ലെങ്കിലും ഞാൻ ഇന്നേവരെ അങ്ങനെ ആരോടെങ്കിലും സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടോ? എടി, നിന്നെ സംശയിച്ചതല്ല. സംശയിച്ചത് തന്നെയാ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കത്തില്ല. എടി, അല്ലെന്ന് പറഞ്ഞില്ലേ. ഇത് വേറൊരു കാര്യം അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാ. ഒന്നുമല്ല. ദേ പ്രശ്നപ്പെട്ട, എന്നെ വഴക്ക് പറഞ്ഞോ ചീത്ത പറഞ്ഞോ അതൊക്കെ ഞാൻ സഹിക്കും. പക്ഷെ എന്നെ മറ്റൊരു കണ്ണി കാണരുത്. അതെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല. എന്റെ പൊന്നു മോളെ, നീ ഈ സീരിയൽ ഡയലോഗ് ഒന്ന് നിർത്തൂ. നിങ്ങൾക്കൊക്കെ എന്തും പറയാം. ഞാൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സീരിയൽ ഡയലോഗ്. ഒന്നുമില്ല, ഒരു ഗ്ലാസ് ചായ എടുത്തോളാ. ചായയോ? നിങ്ങൾക്ക് ഒരു ചുക്കൂട്ട് തരത്തില്ല, സംശയരോഗി. ഇത് എനിക്കായിട്ട് തന്നെ വച്ചിരുന്നതാണല്ലേ. എന്താണ് ലേഡീസ് ഒരു സംസാരം? ഒന്നുമില്ലേ? പിന്നെ സുരഭി, എന്തെന്നാ? ഞാന് ഒരു കാര്യം ചോദിക്കാനാ വന്നേ. പറഞ്ഞ അത് ആ സെൻസിലേ എടുക്കാവൂ. ഇന്നലെ രാത്രി സുരഭി ആരുടെങ്കിലും ഫോണിൽ സംസാരിച്ചിരുന്ന? ഇന്നലെ രാത്രി എന്ന് പറയുമ്പോ ഒരു 2-3 മണിക്കൊക്കെ. ഇല്ല. അല്ല, ഞാന് അണ്ണന്റെ അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടിട്ട് ഇരിക്കായിരുന്നു. രാത്രി ഞാനും കേട്ടായിരുന്നു ഈ ആരോട് സംസാരിക്കുന്ന പോലെ. അപ്പൊ അത് അണ്ണനല്ലേ? ഞാനല്ല. അപ്പൊ പിന്നെ അതാര്? മുത്തോണ്ണനും ഇതേ ശബ്ദം കേട്ടെന്നാ പറയുന്നേ. അയ്യോ, എന്തായിരുന്നാലും അത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഞാൻ താ വരുന്നു. ശരി എന്നാ. എന്ത് മക്കളെ, എനിക്കും അറിഞ്ഞൂടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം
യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.